എല്ലാ കൂട്ടുകാർക്കും വീണ്ടും മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൈ സ്റ്റൈൽ കുക്കിങ്ങിൽ ചെയ്യാൻ പോകുന്നത് ഉപ്മ കൊഴുക്കട്ട. പേര് പോലെ തന്നെ ഉപ്മാവിന്റെ ടേസ്റ്റും കൊഴുക്കട്ടയുടെ ഷേപ്പും പിന്നെ പുട്ടിന്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടി ഉള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റം ആണ് കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട്ടിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്മാവിനൊക്കെ ഇടുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പ്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് 1 കപ്പ് നല്ലോണം വറുത്ത് വെച്ചിട്ടുള്ള റവ അത് 1 കപ്പ് ഇട്ട് കൊടുത്തിട്ട് ഉപ്മാവിന് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലാന്ന് തോന്നും. ഉപ്മാവിനേക്കാളും നമുക്കിത് കുറച്ച് വെള്ളം കൂടുതലായിട്ട് തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ ഇതൊന്ന് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങളിത് ഉരുട്ടുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചാറിയ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് വെള്ളം ഒന്ന് പാകത്തിനാക്കിയതിന് ശേഷം വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. അത് എപ്പോഴാണെന്ന് ഞാൻ പറയാം. ഇപ്പം ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്ന് താളിച്ചെടുക്കാം. ഇതൊന്നും തണുക്കട്ടെ, ചൂടോടുകൂടി കുഴക്കാൻ പറ്റില്ലല്ലോ, കൈ പൊള്ളിപ്പോവില്ലേ. അതുകൊണ്ട് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ഇടാനുള്ള ഐറ്റംസും താളിക്കാം. എണ്ണ ചൂടാക്കിയതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ ഉഴുന്നുപരിപ്പായാലും മതി, ഏതെങ്കിലും ഒന്ന് വേണം കേട്ടോ, എന്നാലാണ് നല്ലൊരു മണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത് കടലപ്പരിപ്പാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി മണം വരുമ്പം ചുമന്ന മുളക് അത് ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്ര ഇടുമ്പോൾ തന്നെ നല്ലൊരു മണം വരുമല്ലോ നമ്മളിങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ താളിക്കുമ്പോൾ. നല്ലോണം ഫ്രൈ ആയതിനു ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വലിയൊരു സവോള കനം കുറച്ച് അരിഞ്ഞത്. ഈ സവോള ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോകരുത്, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് കുഴഞ്ഞ്, അതായത് വഴന്നൊന്ന് വരുകയേ ചെയ്യാവുള്ളൂ, ഒരുപാട് മൊരിച്ചെടുക്കരുത് കേട്ടോ. സവോള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് പച്ച തേങ്ങ ചുരണ്ടി വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം തീ അങ്ങ് ഓഫ് ചെയ്തോളൂ കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം തീ വേണ്ട, നമുക്ക് ആ ചൂടിൻ്റെ അകത്ത് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഉപ്പുമാവിൻ്റെ ആ റവയ്ക്കകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഫില്ലിംഗ് അല്ല, ആ ഒരു വഴറ്റിയൻ്റെ ആ സവോളയ്ക്കും ഇതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് തണുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന റവയ്ക്കകത്തേക്ക് നമുക്ക് ആ കൂട്ടിട്ട് കൊടുക്കാം. കൂട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കൈവച്ച് തന്നെ നല്ലോണം ഞെക്കി തിരുമ്മി കുഴച്ചെടുക്കണം. അന്നേരം അതിൻ്റെ അകത്തേക്ക് നല്ലോണം ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മണമൊക്കെ നല്ലോണം പിടിക്കും. എന്നിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ ഇതേപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടൈറ്റായിട്ട് അമർത്തിയിട്ടും ബോളായിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കുടഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നനച്ചിട്ട് നല്ലോണം ഇതൊന്ന് അമർത്തി ബോളാക്കി എടുക്കാം. ഇതേപോലെ ഉള്ളിലേക്ക് പ്രസ് ചെയ്യണം. ഉള്ളിലത്തെ മാവ് ടൈറ്റ് ആവണം. ഇത് റവ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉള്ളിലത്തെ മാവ് ടൈറ്റ് ചെയ്തതിന് ശേഷം വേണം പുറത്തെ ആ ഒരു റൗണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് വെള്ളം കൂട്ടി കുഴച്ചാൽ പെട്ടെന്ന് ബോളായി കിട്ടും. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ വായിൽ ഒട്ടും. അപ്പം ഇതാണ് ഇതിൻ്റെ പരുവം. പിന്നെ ഉരുട്ടുന്ന സമയത്ത് ആ മുളകും കറിവേപ്പിലൊക്കെ മുകളിൽ വരത്തക്ക രീതിയിലൊന്ന് ഉരുട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാനും കളർഫുള്ളായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് റവ കൊണ്ട് 9 ഇങ്ങനത്തെ കൊഴക്കട്ട ബോൾസ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിക്കാൻ പോവാണ് കേട്ടോ. ഓൾറെഡി വെന്തതാണ്, എന്നാലും ഇത് ആവിയിൽ വെച്ചാലും ഒന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ആവിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റായി. നമ്മുടെ കൊഴക്കട്ട പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് തണുക്കട്ടെ. ഒരു പകുതി ചൂട് പോയതിന് ശേഷം ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോടെ എടുത്തു വെച്ച് ചിലപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പൊടിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ശരിക്കും മാർക്കറ്റിൽ വാങ്ങി കിട്ടുന്ന പൊടിയായാലും മതി കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഈ ബോൾസ് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ കാണാനും ഒരു ഭംഗി ഉണ്ടാവും, കഴിക്കുമ്പോഴും ഒരു വെറൈറ്റി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഉപ്മ കൊഴുക്കട്ട റെഡിയായി. വെറൈറ്റിയാണ്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ഇതിന് വേറെ ചട്നിയുടെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പം അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഒരു ഉള്ളിച്ചട്നിയും കൂടി ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് എരിവുള്ള ടൊമാറ്റോ ചട്നി ഉള്ളിച്ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടും കഴിക്കാം.
അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി, ഈ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസ് ഒക്കെ പറയുക. ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഉടനെ തന്നെ ഇനിയും ഒരു റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ ബൈ.